കൂലി കണ്ടായിരുന്നു രാവിലെ. ഒറ്റ വകി പറയുകയാണെങ്കിൽ നമ്മുടെ ലോകേഷ് ഇതുവരെ എടുത്തിൽ വെച്ച് ഏറ്റവും ഊളപ്പടം കൂലിയാണ്. മാനഗരം തൊട്ട് ഉള്ള പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കരിയറിൽ ഏറ്റവും ഊളപ്പടമാണ് കൂലി. എന്തിനാണ് പുള്ളി ഈ പടം എടുത്തതെന്ന് തന്നെ അറിയാൻ പാടില്ല. പിന്നെ ഈ പടത്തിലെ ചില സ്പോയിലറില്ലേ, അങ്ങനെ പറയാൻ പോലും ഒരു സാധനമില്ല പടത്തിൽ. രജനീകാന്തിന് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് പ്രായമായി, പുള്ളിക്ക് വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ടൊക്കെ പുള്ളിക്ക് പറ്റാത്ത രീതിയിലെ സ്റ്റണ്ട്. സൗബിനുണ്ട് പടത്തിൽ, ഉപേന്ദ്ര ഉണ്ട് പടത്തിൽ, അമീർ ഖാൻ ഉണ്ട് പടത്തിൽ. സൗബിന് ഫുൾ റോളുണ്ട് പടത്തിൽ. അമീർ ഖാൻ എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഉപേന്ദ്ര സ്റ്റോറി ലൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള 10 വർഷം മുമ്പേ ഉള്ളൊരു സ്റ്റോറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങിയ പടമൊന്നുമല്ല, സാധാരണ കഥയാണ്. കഥയിലും വലിയ സംഭവമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ലോകേഷ് എടുത്ത പടമാണോ എന്ന് തന്നെ തോന്നിപ്പോയി പടം കണ്ടിട്ട്. ലോകേഷ് എടുത്ത പടം പോലെ തോന്നണേയില്ല. സാധാരണ ലോകേഷ് മേക്കിംഗ് ഒക്കെ ഇതിലൊന്നും ഇല്ല പടത്തിൽ. എന്തിനാ മോണിക്ക മറ്റേ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് കാണണം. ഒരന്തോ കുന്തോ ഇല്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളെല്ലാവരും പടം തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കണ്ടവർ താഴെ എഴുതുക, കാണാത്തവർ കണ്ടിട്ട് പറയുക. പോയി ലോകേഷിൻ്റെ ആ ഒരു ബ്രാൻഡ്, നമ്മളെ ലോകേഷിനെ വിശ്വസിച്ചായി പടം കാണാൻ പോയത്. പക്ഷെ അത് ലോകേഷിനും പണി പാളിപ്പോയി എന്ന് നമുക്ക് ലോകേഷ് പണിയത് തെറ്റിപ്പോയി ഈ പ്രശ്നം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ 2 ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് കേട്ടേക്കാം. അപ്പോൾ അതാണ് സംഭവം ഇറുക്ക്. അപ്പം ഇത് കൂലി റിവ്യൂ പ്രസൻറ്റഡ് ബൈ അതെ ശോകം മ്യൂസിക്.